Question: define opportunity cost with an example. Opportunity cost is the value of the next best alternative foregone when making a choice. അപ്പം എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ചോയ്സ് എടുക്കുന്ന സമയത്ത് നമ്മളിൽ വേറൊരു ചോയ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോസ്റ്റിനെ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എക്സാമ്പിൾ: ഇഫ് യു ഡിസൈഡ് ടു സ്പെൻഡ് 2 hours സ്റ്റഡിയിങ് ഫോർ യുവർ BBA എക്സാം ഇൻസ്റ്റെഡ് ഓഫ് വാച്ചിങ് എ മൂവി, ദി എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഓഫ് ദ മൂവി ഈസ് യുവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ഒരു ചോയ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ചോയ്സിനെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ സാക്രിഫൈസ് ചെയ്ത ചോയ്സിൻ്റെ വാല്യൂ, ആ വാല്യൂവിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. What is law of diminishing marginal utility? The law of diminishing marginal utility states that as a consumer consumes more units of a specific commodity, the additional satisfaction derived from each successive unit decreases, assuming consumption of other goods remain constant. അപ്പോൾ എന്താണ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരേ പ്രൊഡക്റ്റ് തന്നെ ഒരു മാംഗോ ആയിക്കോട്ടെ, ഒരു ആപ്പിൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു ആദ്യത്തെ ഒരു മാങ്ങ കഴിക്കുന്ന സമയത്ത് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. രണ്ടാമത്തെ മാങ്ങ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മൂന്നാമത്തെ മാങ്ങ കഴിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി സാറ്റിസ്ഫൈഡ് ആവും. പിന്നെ അത് കഴിച്ച് വീണ്ടും 4ാമത്തെ 5ാമത്തെ 6ാമത്തെ മാങ്ങ ആകുമ്പോഴേക്കും നമുക്ക് മതിയാവും അല്ലേ. അപ്പോൾ നമ്മളുടെ ഒരു യൂണിറ്റ് എക്സ്ട്രാ നമ്മൾ കഴിക്കുന്ന സമയത്ത്, എക്സ്ട്രാ നമ്മൾ ഒരു യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ യൂട്ടിലിറ്റിയിൽ ആ സാറ്റിസ്ഫാക്ഷൻ, എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ that derived from consuming the extra unit of the commodity എന്നാണ് പറയുന്നത്. അത് എക്സ്ട്രാ നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ കമ്മിയായിട്ട് വരും എന്നാണ് പറയുന്നത്. അത് നെഗറ്റീവ് ആവാം ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്നാണ് പറയുന്നത്. അതിനാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു മാങ്ങ കഴിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവും, അടുത്ത മാങ്ങ കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും സാറ്റിസ്ഫൈഡ് ആവും, പിന്നെ വീണ്ടും സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ സാറ്റിസ്ഫൈ ലാസ്റ്റ് നമുക്ക് എന്താവും, നമുക്ക് മടുത്തു, പിന്നെയും മാങ്ങ കഴിക്കാനുള്ളതൊന്നും ഇല്ല, അങ്ങനെ നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കമ്മിയായി വരും. നമ്മൾ ഓരോ എക്സ്ട്രാ യൂണിറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ കമ്മിയായി വരും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Differentiate between microeconomics and macroeconomics. Microeconomics focuses on individual economic units such as single consumer, household or firm. Microeconomics എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽ, ഒരു സിംഗിൾ കൺസ്യൂമർ, ഒരു ഹൗസ് ഹോൾഡ്, ഫേം, അങ്ങനെയുള്ള രീതിയിലുള്ള മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ഇക്കണോമിക് യൂണിറ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സോ ഇറ്റ് സ്റ്റഡീസ് ദി ബിഹേവിയർ ഓഫ് ദി ഇക്കോണമി ആസ് എ ഹോൾ. ഒരു ഇക്കണോമിയുടെ ഫുൾ ബിഹേവിയറാണ് ഇത് പഠിക്കുന്നത്. ഫോക്കസിങ് ഓൺ അഗ്രിഗേറ്റ്സ് ലൈക്ക് നാഷണൽ ഇൻകം, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ഫിസിക്കൽ വാല്യൂസ്. അപ്പോൾ ഇതൊക്കെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? നാഷണൽ ഇൻകം. നമ്മൾ മൈക്രോ എക്കണോമിക്സിലാവുമ്പോൾ സിംഗിൾ ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം എന്നൊക്കെയാണ് നോക്കുക. പക്ഷേ മാക്രോ എക്കണോമിക്സിലോ നാഷണൽ ഇൻകം, ടോട്ടൽ എംപ്ലോയ്മെൻറ്റ്, ഇൻഫ്ലേഷൻ, ഫിസിക്കൽ പോളിസീസ്, അതിനൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. What are the main components of PESTEL framework in business economics? The PESTEL framework is a strategic business tool used to analyze in external environmental forces. External environmental forces analyze ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ PESTEL framework എന്ന് പറയുന്നത്. PESTEL P പറഞ്ഞാൽ പൊളിറ്റിക്കൽ, E പറഞ്ഞാൽ ഇക്കണോമിക്, S സോഷ്യൽ, T ടെക്നോളജിക്കൽ, L ലീഗൽ, E എൻവയോൺമെൻറ്റ്. പെസ്റ്റിൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബിസിനസ് ടൂളിനെയാണ് പെസ്റ്റിൽ എന്ന് പറയുന്നത്. What is law of variable proportion? Law of variable proportion is a short-run production law. It states that when more units of a variable input are added to fixed inputs, the total product initially increases at an increasing rate, then at a diminishing rate and eventually begins to decline. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ലോ ആണ്. ഇതൊരു ഷോർട്ട് റണ്ണിൽ വരുന്ന ഒരു ലോ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ മോർ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു ഫിക്സഡ് ഇൻപുട്ട്സ്. അതായത് വേരിയബിൾ ഇൻപുട്ട് ആയിട്ടുള്ള ലേബർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിക്സഡ് ഇൻപുട്ട്സ് ആയിട്ടുള്ള ലാൻഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇനീഷ്യലി ഇറ്റ് വിൽ ഇൻക്രീസ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ആദ്യം അത് ഇൻക്രീസിങ് റേറ്റിൽ ഇൻക്രീസ് ചെയ്യും, പിന്നെ ദെൻ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്, ദെൻ ഇവൻച്വലി ബിഗിൻസ് ടു ഡിക്ലൈൻ. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് നമ്പേഴ്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വാല്യൂ 10 ആണ്, പിന്നെ അത് 12 ആയി, പിന്നെ അത് 14 ആയി, പിന്നെ അത്
ആദ്യം 10, പിന്നെ 12, പിന്നെ 16 ആയി എന്ന് വിചാരിക്കുക. പിന്നെ അത് 17 ആയി, പിന്നെ അത് വീണ്ടും 17 ആയി, പിന്നെ അത് 15 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇനീഷ്യലി അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ് എന്ന്. അപ്പോൾ ഇൻക്രീസിങ് ഇനീഷ്യലി അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, അതായത് ആദ്യം 10 എന്നുള്ളത് 12 ആകുമ്പോൾ 2 ആണ് ഇൻക്രീസ് ആയത്, വാല്യൂ 2 ആണ് ഇൻക്രീസ് ആയത്. പിന്നെ 12 16 ആയപ്പോൾ 4 അല്ല ഇൻക്രീസ് ആയത്. അപ്പോൾ അതിനാണ് പറയുന്നത് ആദ്യം നമ്മളുടെ ഇത് ഇൻക്രീസ് ആവും അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, പിന്നെ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ്. അപ്പോൾ 16 വീണ്ടും കൂടുതന്നെ ചെയ്തിരിക്കുന്നത് 17ലേക്ക്. പക്ഷേ ഇതിനെ 12 to 16 ആകുമ്പോൾ 4 ആണ് കൂടിയത്, പക്ഷേ 16 to 17 1 അല്ലേ കൂടിയുള്ളൂ. അതാണ് പറയുന്നത് വീണ്ടും ഇൻക്രീസ് ആവുക ചെയ്യുക, പക്ഷേ അറ്റ് എ ഡിമിനിഷിങ് റേറ്റ് ആൻഡ് ഇവൻച്വലി ബിഗിൻസ് ടു ഡിക്ലൈൻ. പിന്നെ അത് മെല്ലെ ഡിക്ലൈൻ ആവും. 17 പിന്നെ 70ക്ക് വന്നു, പിന്നെ 17 15ക്ക് വന്നു. അപ്പോൾ ഇത് പിന്നെ ഡിക്ലൈൻ ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇനീഷ്യലി ഇൻക്രീസസ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ്, പിന്നെ എന്താണ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റ് ആൻഡ് ഇവൻച്വലി ബിഗിൻസ് ടു ഡിക്ലൈൻ എന്ന് പറയുന്നത്. What is kinked demand curve? In which market it is found? The kinked demand curve explains the phenomenon of price rigidity under an oligopoly market. അപ്പോൾ നമുക്കറിയാം ഒളിഗോപോളി മാർക്കറ്റിൽ റിജിഡ് പ്രൈസ് ആണെന്ന്, പ്രൈസ് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രൈസ് റിജിഡ് ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ഫിനോമിനോനാണ്, പ്രൈസ് ഇതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് കിങ്ക്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിഹേവിയറൽ അസംഷൻ ദാറ്റ് റിവൽ ഫേംസ് വിൽ ഫോളോ എ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ് കട്ട്സ് ടു മെയിൻറ്റെയിൻ മാർക്കറ്റ് ഷെയർ ബട്ട് വിൽ നോട്ട് ഫോളോ എ പ്രൈസ് ഇൻക്രീസ്. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റിൽ അവിടെയുള്ള കോമ്പറ്റേറ്റേഴ്സ് എന്താണോ പ്രൈസ് ഫോളോ ചെയ്യുന്നത് അത് തന്നെയാണ് ഫോളോ ചെയ്യുക, അല്ലാതെ ഇവർ എക്സ്ട്രാ ആയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യില്ല എന്നാണ് പറയുന്നത്.